ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് KTU. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് KTUവിന്റെ ഫോർത്ത് അദാലത്തിൽ KTU പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർത്ത് അദാലത്ത് ഇന്നലെയാണ് കഴിഞ്ഞത്, അതായത് 11/1/2024 യൂണിവേഴ്സിറ്റി ഫോർത്ത് അദാലത്ത് നടത്തിയത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ഈ സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് കംപ്ലൈൻസ് ആണ്, അതിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് S3ന്റെ ലാബ് എക്സാമും നിങ്ങളുടെ ഈവൻ സെമസ്റ്ററിന്റെ സപ്ലൈ എക്സാമും കൂടി വരുന്നത് കൊണ്ട് ആ ലാബ് എക്സാം ഇപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് 8-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഫെബ്രുവരി 8-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് വന്നിട്ടുള്ള ജനറൽ കംപ്ലൈന്റ് ആണ് സെന്റർ ചേഞ്ച് ഓപ്ഷൻ. ഇപ്പൊ സെന്റർ ചേഞ്ച് ഓപ്ഷന്റെ കാര്യം യൂണിവേഴ്സിറ്റി കഴിഞ്ഞ അദാലത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തവണത്തെ എക്സാമിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നീട് അവർ പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് റീവാലുവേഷന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നില്ല, എന്നാൽ സപ്ലിമെന്ററി എക്സാമിന് രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99% റീവാലുവേഷന്റെ റിസൾട്ടും അവര് സപ്ലിമെന്ററി എക്സാമിന് മുന്നേ പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് രജിസ്ട്രേഷൻ അതിന് മുന്നേ കഴിയും, അപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ സപ്ലി എക്സാം എഴുതുന്നതിന് മുന്നേ അവർ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ S6ന്റെ കുറച്ച് റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. S2ന്റെ റിസൾട്ടും S4ന്റെ റിസൾട്ടും അവർ ആദ്യം കഴിഞ്ഞ അദാലത്തിൽ അവരൊരു ഡേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ വന്നിട്ടില്ല. അപ്പോൾ അത് സംബന്ധിച്ചിട്ടാണ് അവർ ഇങ്ങനെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ റീവാലുവേഷന്റെ റിസൾട്ട് എക്സാമിന് മുന്നേ ആയിരിക്കും അവർ ഇടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് എക്സാം രജിസ്ട്രേഷൻ എന്തുകൊണ്ടാണ് നേരത്തെ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ബാർകോഡും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ, സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന്റെ രജിസ്ട്രേഷൻ താമസിച്ചു കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു കാര്യം നേരത്തെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അടുത്ത അക്കാഡമിക് ഇയർ മുതൽ അത് നേരത്തെ റീവാലുവേഷന്റെ റിസൾട്ട് നേരത്തെ ആക്കാൻ അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി റീവാലുവേഷന്റെ റീഫണ്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. റീവാലുവേഷന്റെ റീഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 2022 വരെയുള്ള റീവാലുവേഷൻ റീഫണ്ടുകളെല്ലാം ഒരു ബാങ്ക് അക്കൗണ്ട് വഴി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഇതും ഉടനെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ ലോ പാസ് ഗ്രേഡ്. ഇപ്പൊ ലോ പാസ് ഗ്രേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ലോ പാസ് ഗ്രേഡ് എന്ന് പറയുന്നത് ഇന്റേണൽ മാർക്ക് കുറവായത് കാരണം ഫെയിൽ ആകുന്നത്. അതായത് 40 പാസ് മാർക്ക് കിട്ടുന്ന ഒരാളിന് 35 ഇന്റേണൽ ഉണ്ടെങ്കിൽ ഒരു വിഷയം പാസ് ആകത്തുള്ളൂ. അപ്പോൾ 40 പാസ് മാർക്ക് 100-ൽ എഴുതിയെടുത്താലും ഇന്റേണൽ 35 ഇല്ലാതെ ഫെയിൽ ആകുന്ന വിദ്യാർത്ഥികൾക്കാണ് ലോ പാസ് ഗ്രേഡ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലോ പാസ് ഗ്രേഡ് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇറക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇന്റേണൽ കുറവായിട്ട് എക്സ്റ്റേണൽ എക്സാമിന് 40 കിട്ടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് അവർ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അവര് അതിനുശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെക്കേഷന്റെയും അതേപോലെ തന്നെ സ്റ്റഡി ലീവിന്റെ ഒക്കെ ഒരു ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ടേബിൾ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് കുറെ അധികം കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. നമുക്കിനി കൂടുതലായിട്ട് വേറെ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വേറൊരു കംപ്ലൈന്റ് ആണ് S8 സപ്ലിമെന്ററി എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടില്ല. ഒരു S8ന്റെ ഒരു സപ്ലിമെന്ററി എക്സാം ഒക്ടോബർ 2023 നടത്തിയിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ റിസൾട്ട് സംബന്ധിച്ച് ഏറ്റവും പുതിയതായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ജനുവരി 12-ാം തീയതി വരുമെന്ന് പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ന് പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. പിന്നെ 2015 സ്കീമിന്റെ കോഴ്സ് എക്സ്റ്റൻഷൻ സംബന്ധിച്ചിട്ട് കുറെ പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 2015 സ്കീമിൽ ഇപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് പലർക്കും സംശയമുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്, അത് അവർ ആ ഒരു കോഴ്സ് എക്സ്റ്റൻഷൻ ഈ ഒരു അക്കാഡമിക് ഇയറിന് തീരുമ്പോഴത്തേക്കാണ് അവർ അതിന്റെ പറ്റിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ S2, S4, S6 പെൻഡിങ് റീവാലുവേഷൻ റിസൾട്ട് എന്ന് പറയുന്നത് എന്ന് വരുമെന്ന് കുറേയധികം പേര് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അവർ S2ന്റെ പറഞ്ഞിട്ടുള്ളത് ജനുവരി 18-നുള്ളിൽ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ S4ന്റേത് ഓൺ ഓർ ബിഫോർ 22 ജാനുവരി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയില്ല എപ്പോൾ വരുമെന്ന്. അതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ ആദ്യം കഴിഞ്ഞ അദാലത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ S6ന്റെ റീവാലുവേഷന്റെ റിസൾട്ട് ഡിസംബർ 28-നോ മറ്റോ പബ്ലിഷ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും കുറെ അധികം പേർക്ക് വന്നിട്ടില്ല. അത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അവർ പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് കോംപ്രഹെൻസീവ് എക്സാമിന്റെ പാസ് മാർക്ക് കുറയ്ക്കണമെന്നുള്ള പരാതിയായിരുന്നു. കോംപ്രഹെൻസീവ് എക്സാമിന്റെ പാസ് മാർക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതിന്റെ ഇവാലുവേഷൻ പ്ലാൻ തന്നെ മാറ്റുന്നത് പരിഗണിക്കുന്നുണ്ടെന്നാണ് ഈ ഫോർത്ത് അദാലത്തിൽ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട്
വന്നിട്ടുള്ള കുറേയധികം കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമിന്റെ ഫീസ് കുറയ്ക്കണം അതേപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എക്സാമിന്റെ ഫീസ് കാര്യങ്ങളൊക്കെ ഒരു പിന്നീട് പരിഗണിക്കാമെന്ന് മാത്രമാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു അദാലത്തിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വേറെ ഒരാൾ ചോദിച്ചത് എന്തോ ഒരു NCCയുടെ എന്തോ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് NCC ഡ്യൂട്ടി ലീവ് കിട്ടുമോ അങ്ങനെ എന്തോ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആനുവൽ ക്യാമ്പിനൊക്കെയാണ് ഡ്യൂട്ടി ലീവ് കൊടുക്കുന്നു എന്ന് യൂണിവേഴ്സിറ്റി അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പല എക്സാമുകളും പാടാണെന്ന് പറഞ്ഞിട്ട് കുറേയധികം കംപ്ലൈൻറ്റ്സ് യൂണിവേഴ്സിറ്റി ചെന്നിട്ടുണ്ട്. അതായത് LSD പിന്നെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് ആണെന്ന് തോന്നുന്നു, മെക്കാനിക്കലിന്റെ. അപ്പോൾ ആ സബ്ജക്റ്റുകളുടെയൊക്കെ സ്കീം ഫൈനലൈസേഷൻ ചെയ്യുന്ന സമയത്ത് അത് കൺസിഡർ ചെയ്യാവുന്നതാണ് യൂണിവേഴ്സിറ്റി നമുക്ക് കഴിഞ്ഞ അദാലത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് നിങ്ങളാണ്, അപ്പോൾ നിങ്ങൾക്കൊരു എക്സാം ഇപ്പോൾ MET 203 ഒക്കെ കേസ് ഞാൻ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് പാർട്ട് ബിയിൽ ഓർ ക്വസ്റ്റ്യൻസ് ഒന്നും അവർ ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് അവരുടെ ആ ഒരു പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തന്നിട്ടുള്ള പാറ്റേണിന് വിപരീതമായിട്ടാണ് അവർ എക്സാം നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോളേജ് ത്രൂ പരാതികൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു അദാലത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത്. മറ്റേ വെക്കേഷൻ്റെയും അതേപോലെ തന്നെ സ്റ്റഡി ലീവിൻ്റെയും ചേർത്തിട്ടുള്ള മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ പേജ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ട്രേസ് ക്രിയേറ്റീവിന്റെ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്